ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൂടാതെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതോ, അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, കൂടാതെ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്, അപേക്ഷയുടെ സമർപ്പണത്തിന് എത്ര രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാമെന്നുള്ളതാണ്. അതായത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ പോളിടെക്നിക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. www.polyadmission.org എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ polyadmission.org സെർച്ച് ചെയ്താൽ അത് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ. അതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് താഴെ നമുക്ക് ഒന്നുകൂടെ കാണാൻ സാധിക്കും ലാറ്ററൽ, അതായത് സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി വഴി ചെയ്യുന്നവർക്കാണ് ആ ഒരു ലാറ്ററൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ചെയ്യേണ്ടത്. അപ്പോൾ ലാറ്ററൽ എൻട്രി വഴി അപേക്ഷ സമർപ്പിച്ചവർക്കും ഈ ഒരു റെഗുലർ കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ റെഗുലറിലേക്ക് നമുക്കറിയാം SSLC THSLC തത്തുല്യം കഴിഞ്ഞവർക്കാണ് നമ്മൾ റെഗുലർ വഴി അപ്ലൈ ചെയ്യുന്നത്. ലാറ്റർ ആകുമ്പോൾ നമ്മൾ 2 വർഷം പഠിച്ചാൽ മതി, +2 കഴിഞ്ഞവർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. പക്ഷേ സീറ്റുകൾ കുറവാണ്. അപ്പോൾ ലാറ്ററലിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് റെഗുലറിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഹോം പേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പേജ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഈ റെഗുലർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോം പേജിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ. ആ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് നമ്മൾ ആ കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഡൗൺലോഡ് എന്നുണ്ട്, ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫസ്റ്റ് നമ്മൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നന്നായിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയമാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഏത് കോളേജാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ്, ഏതാണ്, ഏത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതെല്ലാം ശ്രദ്ധിക്കുക. നമുക്ക് 38 കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 30 ഓപ്ഷൻ വരെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് തൊട്ട് താഴെ പ്രോഗ്രാമിൻ്റെ കോഡുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ 3 പ്രോസ്പെക്ടസ്, ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ്, അതിന് തൊട്ട് താഴെ പ്രോഗ്രാം കോഡ്സ്. ഫസ്റ്റ് നമ്മൾ പ്രോസ്പെക്ടസ് ഓപ്പൺ ചെയ്യുന്നു. പ്രോസ്പെക്ടസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/6/2024, അതായത് ലാസ്റ്റ് ഡേറ്റ് ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റെമിറ്റൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/6/2024 ജൂൺ 11 ഓൺലൈൻ്റെ അപേക്ഷ സമർപ്പണം അവസാനിക്കുന്നത് 12/6 ജൂൺ 12 ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കൊരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. പിന്നെ അതിൻ്റെ ഓരോ പ്രൊസീജിയറാണത്. അതിന് ആ വീഡിയോ ഞാൻ അടുത്ത ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അപേക്ഷ കറക്റ്റായിട്ട് സമർപ്പിക്കുക. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി തെറ്റില്ലാതെ അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, അതിനുശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ കൊടുത്ത കോഴ്സുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ സാധിക്കും, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം. ഓക്കെ, ഇപ്പോൾ ആരെങ്കിലും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞെങ്കിൽ അവർ കൊടുത്ത കോഴ്സോ കോളേജോ മാറ്റണമെന്ന് ഇപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഡേറ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ NCCയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ ഈ താഴെ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോസ്പെക്റ്റിൽ അത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ അയച്ചു കൊടുക്കണം. മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ളത് അതാത് കോളേജിലേക്കും കൊടുക്കണം. ഓക്കെ, അതിന് പ്രോസ്പെക്ടസ് പറയുന്നുണ്ട്. അതേസമയം നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് IHRD കേപ്പ്, അതായത് മെറിറ്റ് സീറ്റിലേക്ക് നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ കൊടുക്കുന്ന, നമ്മളെല്ലാവരും ജനറലായിട്ട് കൊടുക്കുന്നവർ അപേക്ഷ ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. നിങ്ങളൊന്നും അയച്ചു കൊടുക്കേണ്ട. നിങ്ങൾ ഓൺലൈൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അഡ്മിഷൻ്റെ കാര്യങ്ങൾ കഴിയുന്നവരെ നിങ്ങളത് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ അപേക്ഷ സമർപ്പണത്തിനൊക്കെ സമയത്ത് ഒരു മൊബൈൽ നമ്പർ, ഒരു മെയിൽ ID ഒക്കെ കൊടുക്കും. അതൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. പല കുട്ടികളും വർക്കിംഗ് അല്ലാത്ത മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് അതിലേക്ക് OTP ഒന്നും വരത്തില്ല. പിന്നെ ഫ്യൂച്ചറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അഡ്മിഷൻ കഴിയുന്നവരെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വർക്കിംഗ് ആയിരിക്കണം. ഒരു മെയിൽ ID നിങ്ങൾ വർക്കിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. നിങ്ങൾ അതിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. മെയിനായിട്ട് എല്ലാവരും അതിലേക്കാണ് കൊടുക്കുന്നത്. സ്ട്രീം 1. അവിടെ നിങ്ങൾക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ഈ സ്ട്രീം 1ലേക്ക് കൊടുക്കാം. ഇതാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി രണ്ടാമത്തെ സ്ട്രീം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ്
ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. കണക്ക് ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ഈ സ്ട്രീം 2 കൊടുക്കാം. ഇത് നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയും സ്ട്രീം 1 എഞ്ചിനീയറിംഗ് കാറ്റഗറിയാണ്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. 3 years ആണ് ഈ കോഴ്സിൻ്റെ കാലാവധി. 6 semester ആണ്. പെട്ടെന്ന് ജോലി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി അറിഞ്ഞിരിക്കേണ്ടത് പോളിടെക്നിക് അഡ്മിഷൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പണത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഡീറ്റെയിൽ വരും. പക്ഷേ അഡ്മിഷൻ സമയത്ത് നമ്മൾ ഒറിജിനൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നമ്മൾ നോക്കാം. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം, അതിൻ്റെ ഒറിജിനൽ വേണം, ആധാർ കാർഡ് വേണം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീസ് ഇളവുണ്ടെങ്കിൽ, ഇപ്പോൾ 1 ലക്ഷത്തിൽ കുറവാണെങ്കിൽ അതിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എത്ര വർഷം വരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് 1 year വരെ ഉപയോഗിക്കാം. EWS സർട്ടിഫിക്കറ്റ് 1 year വാലിഡിറ്റി ഉണ്ട്. നോൺ ക്രിമിനൽ ലെയർ സർട്ടിഫിക്കറ്റ് 1 year ഉണ്ട്. കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 3 വർഷമുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് 1 year ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സർട്ടിഫിക്കറ്റ് മറ്റുള്ള കോഴ്സിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീസ് ഡീറ്റെയിൽ ആണ്. ഈ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ പോളിടെക്നിക്കിലേക്ക് അടയ്ക്കേണ്ട ഫീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫീസ് അല്ല ഇത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമുള്ളത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചോളുക. അതായത് നമ്മളിപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക്കിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ഫീസാണ് നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, ആ അഡ്മിഷൻ്റെ ഡീറ്റെയിലും ഇവിടെ ഫീസിൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് IHRDയിൽ അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കണം. ഇനി നിങ്ങൾ കേപ്പ്, അതായത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കേപ്പ് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീസ് അടയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് സീറ്റും സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക്കിലേക്ക് ആകുമ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഫീസിൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണ്, കോളേജ് ഏതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. കാരണം നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് മാത്രമുള്ള കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. കാരണം നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സിലേക്ക് പോവുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതേ കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ഇഷ്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ അത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷനായിട്ട് ബയോമെഡിക്കൽ ആണെങ്കിൽ ബയോമെഡിക്കൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സ് കൊടുക്കുക, കമ്പ്യൂട്ടർ ആണ് കമ്പ്യൂട്ടർ കൊടുക്കുക, സിവിൽ കൊടുക്കുക. അങ്ങനെ 38 കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾ കൊടുക്കാൻ സാധിക്കും. 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് 30 കോഴ്സ് 30 കോളേജ്, അതായത് ഏത് കോളേജ് ഏത് കോഴ്സ്, അങ്ങനെ 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കോഡ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെയാണ് താല്പര്യമുള്ളത് അതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അടുത്തുള്ള പോളിടെക്നിക്ക് ഏതൊക്കെയാണെന്നും അവിടുത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും. ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക് കോളേജ്, അവിടെ എത്ര സീറ്റുകളുണ്ട്, ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളോ, നിങ്ങൾ കോഴ്സിനെ സംശയങ്ങളോ കോളേജിൻ്റെ സംശയങ്ങളോ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോളിടെക്നിക്കിന് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അത് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് അസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ 9 മണിയിൽ നിന്ന് 5 മണി വരെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാൻ സാധിക്കും. ഇപ്പോൾ സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരം, ക്ലിക്ക് ഹിയർ ഫോർ കോൺടാക്ട് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കോൺടാക്ട് നമ്പർ കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് ഡെസ്കിലേക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിച്ചപ്പോഴോ പേയ്മെൻറ്റ് ചെയ്തപ്പോഴോ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് എല്ലാം വായിച്ച് മനസ്സിലാക്കി, ഫീസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കണ്ടു, ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്, പ്രൈവറ്റ് കോളേജ് ഏതൊക്കെയാണ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു, കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു, സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചു. അതായത് സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങളിത് അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എങ്കിൽ അതല്ലാത്തവർ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ 1 time രജിസ്ട്രേഷൻ ചെയ്യുക. 1 time രജിസ്ട്രേഷൻ റെഗുലർ എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷകൻ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളും നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ലഭിക്കുന്ന ആ ഒരു GRN നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ഈ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ പേയ്മെൻറ്റ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആയതിനു ശേഷം കാണിക്കുന്നില്ലെങ്കിൽ ചെക്ക് റീട്രേ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് നിങ്ങളുടെ SSLC രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേര് അവിടെ തന്നെ വരും. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. നിങ്ങൾ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം, അതിലേക്കാണ് OTP വരുന്നത്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് OTP വരും. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും, അത് ഇമെയിൽ ID കൊടുക്കുക, ജിമെയിലോ യാഹുവോ വാട്ടവർ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് ആ മെയിൽ ID കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഫീസ് ടൈപ്പ് ഉണ്ടാവും, ആ ഫീസ് ടൈപ്പ് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും SC/ST കാറ്റഗറിക്ക് 100 രൂപയാണ്. അത് നിങ്ങൾ ഏതെല്ലാമാണ് വരുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും, നിങ്ങൾ ആ ഒരു OTP എൻ്റർ ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫീസ് അടയ്ക്കുക, അതായത് ആ 200 രൂപ ഫീസ് അടയ്ക്കുക. അപ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്, നെറ്റ് ബാങ്കിങ് ആണോ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ, അവരുടെ ഓപ്ഷൻസ് എന്താണോ ഉള്ളത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചാലും മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ നെറ്റ് നല്ല കുറച്ച് സ്പീഡായിട്ടുള്ള സ്ഥലത്തിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തു. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഈ പേജിലേക്ക് വരിക, ഹോം പേജിൽ വരിക, കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യൂസർ നെയിം പാസ്വേഡ്. അപ്പോൾ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തത് ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർത്തിയാകുന്നില്ല. അത് ചെയ്തതിന് ശേഷം വീണ്ടും ഹോമിലേക്ക് വരിക, ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓർ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ യൂസർ നെയിമായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറും OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിം എന്നുള്ള നിങ്ങളുടെ പേര് അവിടെ കാണാൻ സാധിക്കും. അവിടെ ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അതവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ട, അതാണ് നിങ്ങൾ മെറിറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്കാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ജനറൽ എല്ലാവരും കൊടുക്കുന്നത് ഗവൺമെൻറ്റിലേക്കാണ്. പിന്നുള്ളത് NCC കോട്ട, പിന്നുള്ളത് സ്പോർട്സ് കോട്ട, പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് കൊടുക്കാനുള്ളവർ ആ ഒരു കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ കാണും. നിങ്ങൾ ഏതിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽ എല്ലാം അവിടെ വരും. ആ ഡീറ്റെയിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന്. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ശേഷം നിങ്ങളുടെ ഇൻകം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവേഷൻ അങ്ങനെയുള്ളവർ അവർക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോളേജുകളും കോഴ്സുകളുടെ ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും. അത് ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് അത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഏത് ജില്ല വേണമെങ്കിലും കൊടുക്കാം. അടുത്തുള്ള ജില്ല നിങ്ങൾക്ക് പോയി പഠിക്കാൻ താല്പര്യമുള്ള ജില്ല ഏത് ജില്ല വേണമെങ്കിലും, നിങ്ങളുടെ സ്വന്തം ജില്ലയോ അടുത്തുള്ള ജില്ലയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ആ ജില്ലയിൽ ഏത് കോളേജാണ് നിങ്ങൾക്ക് താല്പര്യം, അവിടുത്തെ ഏത് കോഴ്സാണ് താല്പര്യം, ഏറ്റവും ഇഷ്ടമുള്ള 1ാമത് വെക്കുക, അതിന് തൊട്ട് താഴെ 2ാമത് വെക്കുക, അങ്ങനെ 3ാമത്, അങ്ങനെ 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഓപ്ഷനും കൊടുത്തേക്കും, 30 ഓപ്ഷൻ കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മോഡിഫൈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ അതിൽ ഡിക്ലറേഷൻ ഉണ്ട്, അത് വായിക്കുക, അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും. അത്ര ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർത്തിയാകുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് അഡ്മിഷനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പണത്തിന് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പല കുട്ടികൾ 1 ടൈം രജിസ്ട്രേഷൻ മാത്രം ചെയ്തു വിടും, അതുകൊണ്ടാകുന്നില്ല. നിങ്ങൾ ഓൺലൈൻ അപേക്ഷയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ വഴി തന്നെ അപേക്ഷ സമർപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും സംശയമാണ് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.